ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ടുള്ളൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയാലോ? ഞാൻ അതിനായിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് മീൻ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ പെരുംജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, ഒരു അരമുറി നാരങ്ങ നീര്. ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്കൊന്ന് സ്റ്റൗ ഓണാക്കി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഈ മീൻ കഷ്ണങ്ങളിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു 4 സവാളയുണ്ട്. ആ 4 സവാള നമ്മൾ കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കണം. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്കിട്ട് ഇതൊന്ന് ബ്രൗൺ നിറമായി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് മീൻ ഫ്രൈ ഒരു സൈഡൊന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡ് കൂടി തിരിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതവിടെ കിടന്ന് ഫ്രൈ ആവട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ചോറ് വയ്ക്കാനുള്ള പരിപാടികൾ തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഈ ഒരു കപ്പിൽ ഒരു 6 ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട്. ഈ കപ്പിലാണ് ഞാനൊരു 3 കപ്പ് അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇരട്ടി ഒരു 6 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു 3 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ടാൽ മതി. ഇതിൽ 3 ടീസ്പൂണിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ഇട്ടു. ഇനി ഇതിലേക്ക് നമുക്കൊരു റമ്പയില മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഒരു 3 ടീസ്പൂൺ പെരുംജീരകപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 2 ഏലക്ക പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി ഒരു പട്ടയും 3 ഗ്രാമ്പും കൂടി വേണം. ഇനി അത് കഴിഞ്ഞ് ഒരു അരമുറി നാരങ്ങ കൂടി ഞാൻ ചോറ് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ നാരങ്ങ ഇരുന്ന പാത്രത്തിൽ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് ഇതിൽ ഒഴിക്കുമ്പോൾ നിങ്ങൾക്കൊരു എണ്ണ പോലെ കാണാൻ പറ്റും. അതിലേക്ക് ഞാനൊരു 3 കപ്പ് അരി അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് നന്നായിട്ട് കഴുകി ഊറ്റിയെടുത്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ കുതിരാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇത് സാധാരണ അരിയാണ്. ഇനി നമുക്ക് ചൂടായ വെള്ളത്തിലോട്ട് ഈ ഒരു അരി മുഴുവനായിട്ടും അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊരു 80% വെന്താൽ മതി. ഈ മുഴുവൻ അരി ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് 80% വേവുന്നവരെ ഒന്ന് വെച്ചേക്കാം. ഇനി ഞാൻ നേരത്തെ മീൻ ഫ്രൈ ചെയ്ത അതേ പാൻ തന്നെ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1 സ്പൂൺ ഒരു ഇഞ്ചി വെളുത്തുള്ളിയും കൂടി അരച്ചതാണ്. ഇനി നമുക്ക് 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയിൽ നിന്ന് ഒരു പകുതി സവാള ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഉപ്പ് നമ്മൾ ഇതിലേക്ക് നന്നായിട്ട് ഇളക്കിയ ശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടിയും, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു 2 തക്കാളി ചേർക്കുന്നുണ്ട്. ഈ 2 തക്കാളി ചേർത്തിട്ട് നമുക്കതിലേക്ക് ഒരു 1/2 നാരങ്ങ കൂടി പിഴിഞ്ഞൊഴിക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഞാൻ ഈ മീൻ ഫ്രൈ ചെയ്ത് വെച്ചതിൽ നിന്ന് ഒരു മീൻ എടുത്തിട്ട് ഞാൻ അതിനെ ഒന്ന് പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പിച്ചെടുത്തിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഒന്ന് അടച്ച് വയ്ക്കാം. ഇതൊന്ന് അടച്ച് നമുക്കൊന്ന് വെച്ച് വേവിക്കാം. ഇതിൽ ഞാൻ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ആദ്യം ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് തുറന്നൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ അരി ഒരു 80% വെന്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു മസാല ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് എത്ര നമ്മുടെ ഗ്രേവിയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി മസാല വേണമെങ്കിൽ സവാള 1-2 കൂടി കൂട്ടാം കേട്ടോ. എനിക്ക് ഇത്ര മസാല മതി എന്നുള്ളതുകൊണ്ടാണ് 4 സവാള എടുത്തത്. ഇനി ഇതിൽ നിന്ന് ഞാനൊരു പകുതി ചോറ് മാറ്റിയതിന് ശേഷം കുറച്ച് നെയ്യും നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന നമ്മുടെ ഈ സവാളയും കുറച്ച് മല്ലിയിലയും കൂടെ വിതറി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഈ അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച മീൻ കഷ്ണങ്ങളൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച അരിയില്ലേ അതുകൂടി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് കുറച്ച് നെയ്യും വീണ്ടും നമ്മൾ വറുത്ത് വെച്ച കുറച്ച് ഒരു സവാളയും മല്ലിയിലയും പിന്നെ ഒരു 2-3 കഷ്ണങ്ങളായിട്ട് വെച്ചിട്ട് റമ്പയിലയും കൂടെ വെച്ച് നമ്മളൊക്കെ അടച്ച് വയ്ക്കാം. ഇനി ഒരു 10 മിനിറ്റ് നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ദം ചെയ്തെടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ഇനി ഒരു വെയിറ്റിനായിട്ടൊരു സംഭവം കൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ലതായിട്ട് ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറുന്ന മുമ്പ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കഴിക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു തക്കാളി ചട്നിയും കൂടെ എടുത്തിട്ടുണ്ട്.